അപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഏതോ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ഞങ്ങളെ ഒഴിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗുണ്ടകൾ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. റവന്യൂ ഇൻസ്പെക്ടർ വന്ന് അത് സീൽ ചെയ്തു. സീല് ചെയ്യുന്നതിന് മുമ്പ് ഇവർ 3 ലോഡ് ടിപ്പറിന് മണ്ണടിച്ച് മൊത്തം പൊക്കിയിട്ടേക്കായിരുന്നു, ഞങ്ങൾക്ക് കയറാൻ പറ്റാണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാനായിരുന്നു. അങ്ങനെ പോകാനും പറ്റുന്നില്ല. ഇത്രയും പൈസ അവിടെ ഇൻവെസ്റ്റും ചെയ്തു പോയി. അങ്ങനെ വന്നപ്പോൾ എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങളുടെ സ്വന്തക്കാർ മൊത്തം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ സഹായിച്ചു. ശരിക്കും ഒരു വീട് പോലെ തന്നെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയായിരുന്നു. നമസ്കാരം. ഒരു വർഷത്തെ പാട്ടത്തിനെടുത്ത ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ 80 ലക്ഷത്തോളം രൂപ മുടക്കി ഒരു ഹോട്ടൽ പണിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഭൂവുടമ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. എന്ത് ചെയ്യും? അങ്ങനെ ഒഴിഞ്ഞു പോകാൻ അയാൾ തയ്യാറായില്ല. അതിനെ തുടർന്ന് അവർ ഒരു കൊട്ടേഷൻ നൽകിയാണ്. അതായത് നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടർക്കാണ് ആ കൊട്ടേഷൻ നൽകിയത്. അയാൾ എന്ത് ചെയ്തു? നേരെ വന്നു ഇവിടെ ആ ഹോട്ടലിന് മുന്നിൽ ഒരു നോട്ടീസും സ്ഥാപിച്ചു. എത്രയും പെട്ടെന്ന് നികുതി അടയ്ക്കണം, അല്ലെങ്കിൽ ഇത് പൂട്ടുകയാണ് എന്ന്. എന്നാൽ നികുതി അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് തയ്യാറാകാതെ അയാൾ തിരിച്ചു പോവുകയും പിന്നീട് അത് പൂട്ടിയിടുകയും അടുത്ത ദിവസം വന്ന് അടച്ചാൽ മതിയെന്ന് പറയുകയും അടുത്ത ദിവസം ആ ഹോട്ടൽ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞ ഒരു ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സീപോർട്ട് എയർപോർട്ട് റോഡ് ഇരുമ്പനം ഭാഗത്ത്, തൃപ്പൂണിത്തുറയ്ക്ക് സമീപം ഇരുമ്പനം ഭാഗത്ത് ആണ്. ATF അരമന എന്ന ഈ കാണുന്ന ഹോട്ടലാണ് ഏതാനും 2 ദിവസം മുമ്പ് തല്ലി തകർക്കുകയും അതുപോലെ അതിനു മുന്നിൽ മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മണ്ണ് ഇറക്കി ആ വഴി അടയ്ക്കുകയും ചെയ്തത്. വരാപ്പുഴ സ്വദേശിയായിട്ടുള്ള അഭിലാഷിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലായിരുന്നു ഇത്. ഭാര്യ ടിൻറ്റുവും ചേർന്നിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയുമൊക്കെ ചെയ്തിരുന്നു, ആ പായയൊക്കെ വിരിച്ച്. എന്തായാലും ഈ ഒരു സംഭവം വിവാദമായതോടുകൂടി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ സെക്രട്ടറിയുടെ അനുമതിയില്ലാതെ ഈ റവന്യൂ ഇൻസ്പെക്ടർ ഒരു വ്യാജമായിട്ട് ഒരു നോട്ടീസ് അദ്ദേഹം ഇറക്കുകയും അതിവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ റവന്യൂ ഇൻസ്പെക്ടറായ ശിവപ്രസാദിനെ അപ്പോൾ തന്നെ നഗരസഭാ അധ്യക്ഷൻ പുറത്താക്കുകയും ചെയ്തു, സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അക്കാര്യം അഭിലാഷ് വ്യക്തമാക്കും. സംഭവം നമ്മൾ അവിടെ ഒരു 1.5 വർഷമായി സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് അവർ എഗ്രിമെൻറ്റ് പുതുക്കി തന്നിരുന്നു. അപ്പോൾ ഇതിന് ശേഷം നമുക്കിപ്പോൾ ഒരു 6 മാസമായിട്ട് എഗ്രിമെൻറ്റ് പുതുക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് 6 മാസത്തിന് മുമ്പ് നോട്ടീസ് തന്നിരുന്നു, ഒഴിയാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു 80 ലക്ഷം രൂപയോളം മുടക്കിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അവരെ നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഒരു 6 മാസം കൂടി നിങ്ങൾ നടത്തിക്കോളൂ, അപ്പോൾ അതിനുള്ളിൽ ഞങ്ങളുടെ ചിട്ടികളെല്ലാം തീരും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞ് തന്നോളാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടത്തി വരികയായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ 4 മാസത്തെ വാടക കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 മാസത്തെ വാടക 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇട്ട് കൊടുത്ത് അവരത് മേടിക്കുകയും ചെയ്ത് ഒന്നും പറഞ്ഞില്ല. ഇനി 1 മാസത്തെ വാടക ഇപ്പോൾ നിലവിൽ പെൻഡിങ് ഉണ്ട്. ഒരു 6 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് അവരുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു 2 ആഴ്ച മുമ്പ് ഇവരുടെ സ്ഥലം ഇതിനോട് ചേർന്ന് തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് വാടകയ്ക്ക് എടുത്തപ്പോൾ ഞങ്ങളുടെ സ്ഥലവും കൂടി ഉണ്ടെങ്കിൽ അവരത് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കാർ ഷോറൂമിനാറിയ. അപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഏതോ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ഞങ്ങളെ ഒഴിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗുണ്ടകൾ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഹോട്ടൽ ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞങ്ങളിപ്പോൾ അവിടെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം ഇപ്പോൾ അവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ കാർ ഷോറൂമുകളുടെ വന്നിട്ട് അവർ വലിയ ഓഫറാണ് കൊടുത്തേക്കണത്. ഞങ്ങൾ മാസം 60,000 രൂപ വാടക കൊടുക്കുന്നത്, അവരെന്തോ 1,20,000 അങ്ങനെ എന്തോ വാടക പറഞ്ഞേക്കണത് അത് ഞങ്ങളുടെ സ്ഥലത്തിന്. വലിയൊരു വാടക കിട്ടുമെന്ന് കണ്ടപ്പോൾ അവർ ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്നുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുണ്ടകളെ വെച്ച് നേരിടുക എന്നുള്ളതാണ്. അങ്ങനെ അവർ ഗുണ്ടകൾക്കും ഓഫീസർമാർക്കും ഒക്കെ കൈക്കൂലി കൊടുത്ത് എല്ലാ സ്ഥലത്തും കൈക്കൂലി കൊടുത്ത് എല്ലാവരും ഒതുക്കി നിർത്തിയിരിക്കുന്നു.
അതുകൊണ്ടാണ് ഇന്നലെ ആ ഓഫീസർക്ക് സസ്പെൻഷൻ മേടിക്കേണ്ടി വന്നത്. അതെങ്ങനെയായിരുന്നു ആ ഓഫീസർ? എങ്ങനെ ഈ റവന്യൂ ഇൻസ്പെക്ടർ ആണല്ലോ വന്നത് അല്ലേ? റവന്യൂ ഇൻസ്പെക്ടർ വന്ന് അത് സീൽ ചെയ്തു. സീല് ചെയ്യുന്നതിന് മുമ്പ് ഇവർ 3 ലോഡ് ടിപ്പറിന് മണ്ണടിച്ച് മൊത്തം പൊക്കിയിട്ടേക്കായിരുന്നു, ഞങ്ങൾക്ക് കയറാൻ പറ്റാണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്ന് ഇത് സീൽ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു, സാറേ എന്താ സീൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ബിൽഡിംഗ് ടാക്സ് അടക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനത് ഇപ്പം തന്നെ അടച്ചേക്കാം. അപ്പോൾ സാധാരണ അത് സ്ഥലത്തിൻ്റെ ഓണേഴ്സാണ് അടക്കണമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ഇപ്പോൾ നടക്കാം, എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ 40,000 ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ സാറിൻ്റെ കൂടെ വരാം, ഞാൻ അടച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഈ ഗുണ്ടകളുടെ കാറിലാണ് പുള്ളി വന്നത്. അപ്പോൾ അവർ കാറൊക്കെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. പുള്ളി അവരുടെ കൂടെ പോയി കുറേ നേരം സംസാരിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇന്ന് നടക്കണ്ട, നാളെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നാളെ വന്ന് അടച്ചേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഈ മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ അന്ന് മൊത്തം ഞാനും വൈഫും കൂടി കസേരയും ഇരുന്നു. ഞങ്ങൾ രാത്രി ഒരു 9 മണിയായപ്പോൾ പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ബിൽഡിങ് മൊത്തം തല്ലിപ്പൊളിച്ച് എല്ലാം ഇതാക്കിയിട്ടൊക്കെ. അല്ലല്ല, മണ്ണൊക്കെ അവർ രാത്രി അടിക്കുന്നത്, എല്ലാം രാത്രിയാണ്. ഇവർ ഓണർമാരാരും ഫോൺ എടുക്കുന്നില്ല. പോലീസ് വിളിച്ചാലും എടുക്കില്ല, ചെയർമാൻ വിളിച്ചാലും എടുക്കുന്നില്ല, ഒരാൾ വിളിച്ചാലും ഓണർമാരാരും ഫോൺ എടുക്കുന്നില്ല. ഈ 80 ലക്ഷം രൂപ അവിടെ മുടക്കിയെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയായിരുന്നു അവിടെ മുടക്കി? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ബിൽഡിംഗ് പണിയാൻ. അവിടെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു, പ്ലെയിനായിട്ട് കാട് പിടിച്ചിറങ്ങിച്ച സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയാണ് ഇതെല്ലാം മുടക്കിയത്. മണ്ണിട്ട് നികത്തി, മണ്ണ് ഭയങ്കരമായിട്ട് നികത്തേണ്ടി വന്നു. അത് മണ്ണടിച്ചാണ് ഞങ്ങളുടെ കാശ് മൊത്തം പോയത്. അത് ഭയങ്കര കാട് പിടിച്ച് കിടക്കായിരുന്നു. ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളെടുത്ത് കാടെല്ലാം വെട്ടി തെളിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് അത് ഭയങ്കര കുഴിയായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ മൊത്തം മണ്ണിട്ട് നികത്തേണ്ടി വന്നു കണ്ടമാനം. മണ്ണടിച്ചാണ് ഞങ്ങളുടെ ഭൂരിഭാഗം പൈസയും പോയത്. മണ്ണടിച്ചിട്ട് നമ്മളവിടെ ബിൽഡിംഗ് കെട്ടി. അപ്പം ഈ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തിനാണ് നിങ്ങൾ 60,000 കൊടുത്തോണ്ടിരുന്നത്? അതെ, അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ കടമാണ്, മൊത്തം കടമാണ്. അതിനകത്തൊരു 30 ലക്ഷം രൂപയ്ക്ക് താഴെ ഇത് ആധാരം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇരിപ്പുണ്ട്. ഇല്ല, വൈഫിൻ്റെ ഇരിപ്പുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ കടമാണ്, മൊത്തത്തിൽ കടമാണ്. എത്ര രൂപയ്ക്കായിരുന്നു നിങ്ങളവിടെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് തീരുമാനിച്ചത്? ഉദ്ദേശിച്ച് ഞങ്ങൾ 20 ലക്ഷം രൂപ ഞങ്ങളുടെ ബഡ്ജറ്റ്. അപ്പോൾ അതിനുള്ള പൈസ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് ഇത്രയധികം മണ്ണടിക്കേണ്ട വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാണ്ടായി. അങ്ങനെയാണ് നമ്മൾ കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒപ്പിച്ച്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാനായിരുന്നു. അങ്ങനെ പോകാനും പറ്റുന്നില്ല. ഇത്രയും പൈസ അവിടെ ഇൻവെസ്റ്റും ചെയ്തു പോയി. അങ്ങനെ വന്നപ്പോൾ എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങളുടെ സ്വന്തക്കാരും മൊത്തം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ സഹായിച്ച്, എന്തായാലും ഇത്ര വരെ ആയില്ലേ, ഇനി ഏതായാലും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളിത് മുന്നോട്ട് പോയത്. അടുത്തുള്ള നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? അടുത്ത നാട്ടുകാരുടെ സപ്പോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നാട്ടുകാരുടെയും പാർട്ടിയുടെയും എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നല്ല സപ്പോർട്ടാണ്. അവിടെ ഇനി നിങ്ങൾ ഈ സ്ഥാപനം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. അത് ഇനി അവിടെയുള്ള നാട്ടുകാരുടെ എല്ലാവരും കൂടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ നാട്ടുകാരൊക്കെ കൂടി തീരുമാനം എടുക്കട്ടെ അങ്ങനെയുള്ള ഇതിനകത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കടമുണ്ട്, കുറച്ച് കടങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ പകുതി ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് ഇത് നിർത്തി പോരാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളെല്ലാവരും സഹായിച്ചു. കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങൾ കുറേ ലോണുകളുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവർ ഒരു 6 മാസം മുമ്പ് ഞങ്ങൾക്ക് നോട്ടീസ് തന്നെന്ന് പറഞ്ഞല്ലോ. അതിനിടയിൽ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 മാസം നടത്തിക്കോ എന്ന് പറഞ്ഞതാണ് അവർ. അപ്പോൾ ഈ 6 മാസം കൊണ്ട് അടുത്ത ജൂൺ വരുമ്പോൾ ഞങ്ങളുടെ ചിട്ടികളെല്ലാം തീരും. അപ്പോൾ അതോടുകൂടി ഞങ്ങൾ ഒഴിഞ്ഞു പൊക്കോളാം, നിങ്ങൾക്ക് ഇനി പറ്റില്ല, ഞങ്ങൾ ഒഴിഞ്ഞു പൊക്കോളാം എന്ന് ഞങ്ങൾ വാക്കാൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഷോറൂമുകാർ വന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. പോലീസ് എന്താണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം? പോലീസ് ഇന്നലെ ഞങ്ങൾ കൊണ്ടുപോയി ഇത് ഇങ്ങനെ അതിക്രമിച്ച് കയറി ഇത് ചെയ്തതിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ് നമ്മൾ പെറ്റീഷൻ കൊടുത്ത് അതിന് പോലീസ് നമുക്ക് റെസിപ്റ്റും കിട്ടിയിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ അറിഞ്ഞത് FIR ഇട്ട് കേസെടുത്തിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇന്ന് ഉച്ചക്ക് ചാനലിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് കടയിൽ. ചാനലുകാരും അപ്പോൾ ഞങ്ങളിങ്ങനെ FIR ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഓൺലൈൻ വഴി ചെക്ക് ചെയ്തു. ഫോണിൽ ചെക്ക് ചെയ്തപ്പോൾ FIR ഇട്ടിട്ടില്ല. നിലവിൽ ഇന്ന് ഉച്ചക്ക് FIR ഇട്ടിട്ടില്ല എന്നാണ് ചാനലുകാരെല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ MLA അനൂപ് ജേക്കബാണ്, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല കാര്യമായിട്ട് തന്നെ ഇത് നിൽപ്പുണ്ട്. പുള്ളി CA വിളിക്കുന്നുണ്ട്, കമ്മീഷണറെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങളുടെ ഒരു ഉപജീവനമാർഗ്ഗമായിരുന്നു ഇത്. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്നാണ് ലോൺ എടുത്തന്ന് ഞങ്ങളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് ഒരു 6 മാസം കൂടി നമ്മൾ സമയം ചോദിച്ചായിരുന്നു, എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ വരെ. ഞങ്ങൾക്ക് കുറച്ച് ഡെയിലി കളക്ഷനിലെ ചിട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡെയിലി അടഞ്ഞു പോകണമെങ്കിൽ ഇത് നടത്തിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ചിട്ടികളും കാര്യങ്ങളുമായിട്ട് നമുക്ക് പിന്നെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഒരു ജൂൺ ജൂലൈ വരെ നമ്മൾ സമയം ചോദിച്ചാൽ ഒരു 2 മാസം മുമ്പ്.
അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞാണ് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊരു ദിവസം ചെല്ലുമ്പോൾ ഒരു ചൊവ്വാഴ്ച നമ്മളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബുധനാഴ്ച നമ്മൾ ചെല്ലുമ്പോൾ മണ്ണിട്ടേക്കുന്നു, പെട്ടെന്ന് അവർ സീൽ ചെയ്യണു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിനേക്കാളുപരി നമ്മൾ ഇത്രയും ഒരു സ്വപ്നം പോലെ പണിതുയർത്തിയ സ്ഥാപനം അത് ഇങ്ങനെ തകർന്ന് തരിപ്പണായ പോലൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ നമുക്കത് എന്താ പറയുന്നത്, സഹിക്കാവുന്നതിനൊക്കെ അപ്പുറമായിരുന്നു. രാവിലെ ചെല്ലുമ്പോൾ ഓടൊക്കെ പാറ്റിയിട്ട് എല്ലാം അകത്തറി ഇങ്ങനെ ഒക്കെ ഓടൊന്നുമില്ല, മേൽക്കൂരി ഒന്നും ഇല്ലാത്ത ഒരു പകുതിക്കുന്ന അപ്പുറത്തേക്ക് മേൽക്കൂരി ഒന്നും ഇല്ലാത്തോണം ഓടൊക്കെ പൊട്ടിച്ച് അപ്പുറത്തെ പറമ്പിലോട്ടും ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടേക്കായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു. കാരണം അന്ന് വരെ നമ്മളവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന നമ്മളും അവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെ രാവിലെ ഞങ്ങളൊരു 8-9 മണി 10 മണിയാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ അവരുടെ ഒപ്പം തന്നെ നമ്മൾ ശരിക്കും ഒരു വീട് പോലെ തന്നെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയായിരുന്നു. സ്റ്റാഫ് നമുക്കൊരു 5, 6, 8, 10 പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ സ്റ്റാഫ് പോകും വരും പിന്നെ വരും, അങ്ങനെ ഇതായിട്ട്. അഭിലാഷും ഭാര്യയും ഒരുപാട് പ്രതീക്ഷയോടെ കൂടിയാണ് ഈ ഒരു ഹോട്ടൽ തുടങ്ങിയത്. അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് താഴ്ചയിലായിരുന്നു, പിന്നീട് അത് മണ്ണൊക്കെ ഇട്ട് നികത്തിയാണ് എടുത്തത്. നമുക്ക് തൊട്ടടുത്ത ആ പറമ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ താഴ്ന്ന പ്രദേശമാണ്. ഇത്രയും പൊക്കിയെടുത്തതിന് ശേഷമാണ് ഈ ഹോട്ടലൊക്കെ നിർമ്മിച്ചതുമൊക്കെ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ഒരു ഹോട്ടൽ ഒരു സുപ്രഭാതത്തിൽ എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 80 ലക്ഷത്തോളം രൂപയാണ് മുടക്കിയത്. ആ പണം അദ്ദേഹം കണ്ടെത്തിയത് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വസ്തു പണയപ്പെടുത്തി ബാങ്കിൽ നിന്നും എടുത്ത ലോൺ ഉപയോഗിച്ചായിരുന്നു. അങ്ങനെ വലിയ കടക്കണിയിലുമാണ്. ദിവസേന ഈ ലോണുകളൊക്കെ അടയ്ക്കാൻ വേണ്ടി വലിയൊരു തുക വേണ്ടി വരും. അതൊക്കെ ഈ ഒരു ഹോട്ടലിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെ തുടർന്നായിരുന്നു. എന്തായാലും ഇതൊരു വല്ലാത്തൊരു ചതിയാണ്. ഇത് പലപ്പോഴും നമുക്കറിയാം 11 മാസത്തേക്കാണ് എഗ്രിമെൻ്റ് എല്ലാവരും വെക്കുന്നത്. അത് പിന്നീട് പുതുക്കി നൽകുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിയത്. തൊട്ടടുത്ത് ഒരു ഷോറൂം വരുന്നുണ്ട്. അവർ ഈ സ്ഥലം കിട്ടുവാൻ വേണ്ടിയിട്ട് കൂടുതൽ വാടക നൽകാമെന്ന് അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവരെ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഈ റവന്യൂ ഇൻസ്പെക്ടറിനെ നഗരസഭ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇനി പ്രതികളെ കൂടുതൽ പിടിക്കാനുണ്ട്. ഈ ഹോട്ടലിൻ്റെ കാണാം, ആ മേൽക്കൂരയൊക്കെ തകർത്തിരിക്കുന്നത് കാണാം. അവിടുത്തെ ഓടുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിയ അവസ്ഥയിലാണ്. കുറച്ച് ഓടുകൾ മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. അത്രയ്ക്കും മനസാക്ഷിയില്ലാത്ത രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. എന്തായാലും തൃപ്പൂണിത്തുറ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് പറയുന്നതെങ്കിലും FIR ഇട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അഭിലാഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.